ബോളിവുഡിൽ നിന്ന് ഇറങ്ങുന്ന തീട്ട പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ കേസരി 2 ഈസ് എ റിയലി നൈസ് ഫിലിം ആൻഡ് ഐ വിൽ ടെൽ യു വൈ. പോയിന്റ് നമ്പർ 1, നല്ല അടിപൊളി സ്റ്റോറി ടെല്ലിംഗ് ആണ്. ജലിയൻവാല ബാഗിൽ നടന്ന മാസക്കറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ സി ശങ്കരൻ നായർ ഫൈറ്റ് ചെയ്ത കേസ് ഫോർ ദ വിക്ടിംസ് ഓഫ് ദ ജലിയൻവാല ബാഗ് മാസക്കർ, ഇതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെങ്കിൽ ഈ മൂവി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ കോർട്ട് കേസ് കവർ ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് ഹിസ്റ്ററി ലെസൺ ഫോർ ഓൾ ഓഫ് അസ്. നല്ല ഇൻറ്റൻസ് കോർട്ട് റൂം സീക്വൻസസ് ഉണ്ട് ഈ മൂവിക്കകത്ത്, എസ്പെഷ്യലി അക്ഷയ് കുമാർ വേഴ്സസ് ആർ മാധവൻ. ദ ഡയലോഗ്സ് ആർ വെരി പവർഫുൾ ആൻഡ് ഹാർഡ് ഹിറ്റിംഗ്. മൂവിയുടെ പ്രൊഡക്ഷൻ ഡിസൈൻ, സെറ്റ് ഡിസൈൻ, VFX ഇതിലും നല്ലപോലെ പൈസ മുടക്കിയിട്ടുണ്ടെന്നറിയാം. കാരണം എഫക്റ്റീവ്ലി നമ്മളെ എല്ലാവരെയും 1920s ഇവർ ട്രാൻസ്പോർട്ട് ചെയ്തേക്കുവാണ്, വിച്ച് ഇസ് എ വെരി ഗുഡ് വ്യൂയിങ് എക്സ്പീരിയൻസ് ഓൺ ദ ബിഗ് സ്ക്രീൻ. മൂവിയിൽ നല്ല അടിപൊളി ഒരു ക്ലൈമാക്സ് ഉണ്ട്. എല്ലാം തോറ്റെന്ന് പറഞ്ഞിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ട്വിസ്റ്റും, അത് കഴിഞ്ഞ് അക്ഷയ് കുമാറിൻ്റെ ഒരു മോണോളോഗും ഡയലോഗ്സും ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് ഗൂസ് ബംസ് ആണ്, ഗൂസ് ബംസ്. പോയിന്റ് നമ്പർ 2, മൂവിയുടെ മ്യൂസിക് സ്കോർ. നല്ല അടിപൊളി മ്യൂസിക് സ്കോറാണ് ഈ മൂവിക്കകത്തുള്ളത്. ബോളിവുഡിൽ നിന്ന് റീസെൻ്റ്ലി ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിക് സ്കോർസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മൂവിയുടെ ഓവറോൾ ഒരു ഇൻറ്റൻസ് അറ്റ്മോസ്ഫിയറിനെ ഈക്വലി കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്, പിന്നെ ഓർക്കസ്ട്ര മ്യൂസിക്, ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരു ഇൻറ്റൻസ് മ്യൂസിക്കൽ സ്കോറാണ് ഈ മൂവിക്കകത്തുള്ളത്, വിച്ച് റിയലി എലിവേറ്റ്സ് ദ മൂവി വാച്ചിങ് എക്സ്പീരിയൻസ്. പോയിന്റ് നമ്പർ 3, ആക്ടിങ്. അക്ഷയ് കുമാർ ആസ് സർ സി ശങ്കരൻ നായർ നല്ല അടിപൊളി പെർഫോമൻസ് ആണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. ഹീ ഈസ് ക്യാരിങ് ദ ഹോൾ ഫിലിം ഓൺ ഹിസ് ഷോൾഡേഴ്സ്. പുള്ളിക്കാരൻ്റെ ഡയലോഗ് ഡെലിവറിയും ഇൻറ്റൻസിറ്റിയും എല്ലാം നല്ല അടിപൊളിയാണ്. നല്ല പവർഫുൾ ഡയലോഗ് ഡെലിവറിയാണ്. ഞാൻ പറഞ്ഞ ക്ലൈമാക്സിലെ ആ സീക്വൻസ് ഒക്കെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഗൂസ് ബംസ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈക്വലി സപ്പോർട്ടിംഗ് ആയിട്ട് ആർ മാധവൻ നല്ല അടിപൊളി ഒരു റോളാണ് പുള്ളിയും പൊട്രേ ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ സർപ്രൈസിംഗ്ലി അനന്യ പാണ്ഡെ ഈസ് ഓൾസോ ഡൺ എ ഗുഡ് ജോബ്. ബട്ട് ദി ഓൺലി ഇഷ്യൂ ഐ ഫൗണ്ട് വിത്ത് ഹെർ പെർഫോമൻസ് വാസ് പുള്ളിക്കാരത്തിയുടെ ആക്സെൻറ്റ്. നമ്മൾ ഈ മൂവിക്കകത്ത് പുള്ളിക്കാരത്തി ഹിന്ദി പറയുന്ന കേൾക്കുമ്പോൾ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു സൗത്ത് ബോംബെ അല്ലെ സൗത്ത് ഡൽഹി ഗേൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടാണ് തോന്നുന്നത്. സോ ഷീ ഷുഡ് ഹാവ് വർക്ക്ഡ് ഓൺ ഹർ ആക്സെൻറ്റ് എ ലിറ്റിൽ മോർ ടു മേക്ക് എ പെർഫോമൻസ് എ ലിറ്റിൽ മോർ ഒത്തൻറ്റിക്. So അതായിരുന്നു guys, a very short review of Kesari 2. It's a really good film, so you can definitely go watch it in the theaters.